ലോ എൻഡ് PC-ൽ ആഫ്റ്റർ എഫക്ട്സ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ലാഗ് ഇഷ്യൂസ്. സോഫ്റ്റ്വെയർ ലോഡ് ആകാൻ താമസം എടുക്കുക, ചോപ്പി ആയിട്ടുള്ള പ്ലേ ബാക്ക്, എക്സ്പോർട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുക, ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ്. ആൻഡ് ഇതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാം. ആൻഡ് കുറച്ച് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ലാഗ് ഇല്ലാതെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി എഡിറ്റിൽ പ്രിഫറൻസ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് പ്രീവ്യൂ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് നമ്മളിവിടെ അഡാപ്റ്റീവ് റെസൊല്യൂഷൻ ലിമിറ്റ് മാക്സിമം ആക്കി കൊടുക്കണം. ഇതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അടുത്തായിട്ട് സൂം ക്വാളിറ്റി മോർ ആക്യുറേറ്റ് മാറ്റി ഫാസ്റ്റർ ആക്കാം. അതുപോലെ കളർ മാനേജ്മെൻറ്റ് ക്വാളിറ്റി മോർ ആക്യുറേറ്റ് മാറ്റി ഫാസ്റ്റർ ആക്കാം. ഇതിലൂടെ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ച് ഫ്രെയിംസ് ഒക്കെ ഡ്രോപ്പ് ആവുമായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ, ബട്ട് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള പ്ലേ ബാക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഡിസ്പ്ലേ ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഹാർഡ്വെയർ ആക്സലറേറ്റ് കോമ്പോസിഷൻ ലെയർ ആൻഡ് ഫൂട്ടേജ് പാനൽ അൺചെക്ക് ചെയ്യാം. ഇനി നമുക്ക് മീഡിയ ആൻഡ് ഡിസ്ക് ക്യാഷ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ഡിസ്ക് ക്യാഷ് ക്ലീൻ ചെയ്യണം. നമ്മുടെ എഡിറ്റിംഗ് ഫാസ്റ്റർ ആക്കാനും പ്ലേ ബാക്ക് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തരാൻ വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫയൽസിൻ്റെ ക്യാഷ് ഫയൽസ് ആഫ്റ്റർ എഫക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് നമ്മൾ ഇതുപോലെ മുമ്പ് ചെയ്ത പ്രോജക്ട്സിൻ്റെയും ക്യാഷ് ഫയൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ആ ക്യാഷ് ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ മെമ്മറി ഫ്രീ അപ്പ് ചെയ്യാനും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് എങ്ങനെ നമുക്ക് ക്യാഷ് ഫയൽസ് ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ മാക്സിമം ക്യാഷ് സൈസ് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ 10 GB കൊടുക്കുവാണ്. ഈ 10 GB മുകളിലോട്ട് ക്യാഷ് ഫയൽസ് ആകുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് ആഫ്റ്റർ എഫക്ട്സ് തന്നെ ഡിലീറ്റ് ചെയ്തോളും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു ലിമിറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഏത് ഫോൾഡറിൽ ക്യാഷ് ഫയൽസ് സ്റ്റോർ ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഫോൾഡർ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ചൂസ് എ ഡിസ്ക് ക്യാഷ് ഫോൾഡർ ഓൺ എ ഫാസ്റ്റ് ഹാർഡ് ഡ്രൈവ് ഓർ SSD സെപ്പറേറ്റ് ഫ്രം യുവർ ഫൂട്ടേജ് ആൻഡ് അലോക്കേറ്റ് ആസ് മച്ച് സ്പേസ് ആസ് പോസിബിൾ. സോ നിങ്ങൾ ഫോൾഡർ യൂസ് ചെയ്യുമ്പോഴത്തേനും ഒരു SSDയിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ സ്പേസും മാക്സിമം കൊടുക്കുന്നത് നല്ലതാണ്. സോ അങ്ങനെ സോഫ്റ്റ്വെയറിന് ഫാസ്റ്റായിട്ട് ക്യാഷ് ഫയൽസ് ആക്സസ് ചെയ്യാനും സ്പീഡിൽ എഡിറ്റ് ചെയ്യാനും കഴിയും. സോ ആ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇവിടെ ഡിസ്ക് ക്യാഷ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു വാർണിംഗ് കാണിക്കും. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുവാണെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ക്യാഷ് ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്തോളൂ. ഇനി നമുക്കിവിടെ മെമ്മറി ആൻഡ് പെർഫോമൻസ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ റാം റിസർവ്ഡ് ഫോർ അതർ ആപ്ലിക്കേഷൻ നമ്മൾ മാക്സിമം കുറച്ച് വെക്കുക. അതിലൂടെ ആഫ്റ്റർ എഫക്ട്സിന് കൂടുതൽ റാം കിട്ടുകയും നമുക്ക് ഫാസ്റ്ററായിട്ട് എഡിറ്റ് ചെയ്യാനും കഴിയും. ഇത്രയും സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ്സ് എല്ലാം സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്ത സെറ്റിംഗ്സ് എല്ലാം അപ്ലൈ ആയിക്കോളും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യാമെന്നാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ ഹൈ റെസൊല്യൂഷനിലാണ് വീഡിയോ പ്ലേ ആകുന്നത്. അതിൻ്റെ ഇവിടെ താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് റെസൊല്യൂഷൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ ഫുൾ റെസൊല്യൂഷനിലാണ് കിടക്കുന്നത്. നമുക്കത് ഹാഫ് ആക്കാനും തേർഡ് ആക്കാനും ക്വാർട്ടർ ആക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ആക്കുവാണെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി കുറഞ്ഞിരിക്കുന്നതാണ്, ബട്ട് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള പ്ലേ ബാക്ക് കിട്ടും. സോ നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ മാക്സിമം റെസൊല്യൂഷൻ കുറച്ചിട്ട് പ്ലേ ചെയ്യാൻ നോക്കുക. ആൻഡ് അതുപോലെ ഞാൻ ഇവിടെ പ്ലേ ഹെഡ് എടുത്തിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ ഇതിനും ക്വാളിറ്റി വീണ്ടും കുറച്ചിരിക്കുന്നതാണ്. ആൻഡ് ടോപ്പ് റൈറ്റ് കോർണറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഡാപ്റ്റീവ് റെസൊല്യൂഷൻ കാണാം. ഇതാണ് ഞാൻ ആദ്യം സെറ്റിംഗ്സിൽ കാണിച്ചത്. സോ ഇങ്ങനെ നമ്മൾ അഡാപ്റ്റീവ് റെസൊല്യൂഷൻ്റെ വാല്യൂ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് ഈസി ആയിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് സ്പീഡ് കൂട്ടാൻ വേണ്ടി കഴിയും. ഫസ്റ്റ് കാര്യം യൂസ് SSD. നിങ്ങളുടെ സിസ്റ്റത്തെ SSD ഉണ്ടെങ്കിൽ SSD യൂസ് ചെയ്യുക. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഫയൽസ് സ്റ്റോർ ചെയ്യുന്നതും ക്യാഷ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം SSDയിലാക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്പീഡ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന കാര്യം കൂടുതലും പഴയ PC-ലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ കുറേ നേരം ഹാർഡായിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹീറ്റ് ആവും. സോ അങ്ങനെ ഹീറ്റ് ആകുന്ന സമയങ്ങളിൽ സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ പാടായിരിക്കും. സോ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സിസ്റ്റം ഒന്ന് ഹീറ്റ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ മാത്രം ഓപ്പൺ ചെയ്യുക. ബാക്കി ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മൾ മാക്സിമം മെമ്മറി മാക്സിമം പ്രോസസ്സിംഗ് പവറും നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന് കൊടുക്കാൻ വേണ്ടി കഴിയും. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ പ്രീ റെൻഡർ ചെയ്തിട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്ലേ ബാക്ക് കിട്ടും. നിങ്ങളിവിടെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രീൻ കളർ കാണാം. അതിനർത്ഥം വീഡിയോ പ്രീ റെൻഡേർഡ് ആണ്. അതിന് ഞാൻ ഇവിടെ വേറൊരു കോംബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ ലൈൻ കാണാൻ സാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം ഈ വീഡിയോ പ്രീ റെൻഡർ ചെയ്തിട്ടില്ല. പ്രീ റെൻഡർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്താൽ മതി. പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ കളർ വരുന്നത് കാണാം. നിങ്ങൾ എഡിറ്റിംഗ് കഴിഞ്ഞ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അതിന് പ്രീ റെൻഡർ ചെയ്ത് കഴിഞ്ഞ് ഒന്നുകൂടെ കാണുക. സോ അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ലാഗ് ഇല്ലാതെ പ്ലേ ബാക്ക് കിട്ടും. ആൻഡ് പ്രീമിയർ പ്രോയിൽ പ്രീ റെൻഡർ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. അതിൻ്റെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഴയ PC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓൾഡ് വേർഷനുള്ള ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2018 17 ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഓൾഡർ വേർഷൻസിൽ പ്രോസസ്സ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങളുടെ PC. സോ പഴയ PC ആണെങ്കിൽ ഓൾഡർ വേർഷൻസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ആൻഡ് ഫൈനലായിട്ട് പറയാനുള്ളത്, നമ്മൾ മാക്സിമം റാം ആഫ്റ്റർ എഫക്ട്സിന് കൊടുത്ത പോലെ മാക്സിമം CPU പെർഫോമൻസും ആഫ്റ്റർ എഫക്ട്സിന് കൊടുക്കാൻ വേണ്ടി കഴിയും. സോ അതിനുവേണ്ടി നമുക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഗോ ടു ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറും കാണിക്കും. ഇവിടെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് സെറ്റ് പ്രയോറിറ്റി.
ഇതിപ്പോൾ നോർമലാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് എബോവ് നോർമലോ ഹൈയോ റിയൽ ടൈമോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ മാക്സിമം പ്രോസസ്സിംഗ് പവർ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന് കൊടുക്കാൻ വേണ്ടി കഴിയും. ആൻഡ് ഇത് നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ബിക്കോസ് ആഫ്റ്റർ എഫക്ട്സിന് നമ്മൾ മാക്സിമം പ്രോസസ്സിംഗ് പവർ കൊടുക്കുമ്പോൾ ബാക്കി സോഫ്റ്റ്വെയർ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ആവും. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹൈ പ്രയോറിറ്റി കൊടുക്കുക. ആൻഡ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തൊക്കെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എഡിറ്റിങ്ങിനെ ഫാസ്റ്റർ ആക്കുന്നത് സിസ്റ്റം സ്പെസിഫിക്കേഷൻ ആണ്. സോ നിങ്ങൾ എഡിറ്റിംഗ് സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്ത പോലെ പ്രീമിയറിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലാഗ് ഇല്ലാതെ ഫാസ്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.